ബത്ലഹേം കുടുംബ യൂണിറ്റ് പടം കണ്ടു വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള റിവ്യൂ ഒന്ന് പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരുപാട് ബോറടിച്ചു പടം കണ്ടിട്ട്. ഇങ്ങനെ ഈ ഓണക്കാലത്ത് ആൾക്കാർ ബോറടിക്കാൻ കയറൂ എന്നാണ് എനിക്ക് സംശയം. പിന്നെ ചില സീനുകൾ ചില കൗണ്ടറുകൾ അടിക്കുമ്പോൾ ഈ മിമിക്രി പോലെ അതുപോലെ തന്നെ കോമഡി ഷോ പോലെ കൗണ്ടറുകൾ അടിച്ച് നടക്കലാണ് ഇതിൻ്റെ നടന്മാരുടെ പണി. ആ കൗണ്ടർ അടിക്കുമ്പോൾ ചില ആൾക്കാർ കക്ക 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 എന്ന് പറഞ്ഞ് ചെറിക്കുന്നുണ്ട്. നമുക്ക് ചെറിയല്ല വരുന്നത്. നമുക്ക് ആകെ ഇതിന് പടത്തിന് കയറിയില്ലോ എന്ന് വിചാരിച്ച് നാണക്കേടാണ് വരുന്നത്. തലേ കൂടെ മുണ്ടിട്ടിട്ട് വേണം ഇരിക്കാനായിട്ട്. അത്രയും വൃത്തികെട്ടൊരു കോമഡി. മുമ്പ് തന്നെ ഇതിൽ അഭിനയിച്ചു നോക്കണതൊക്കെ നമ്മുടെ നമിത ബൈജു, അതുപോലെ നെവിൻ പോളി, അമൽ ഡേവിസ്, വിനയ ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ഇവരെല്ലാവരും കൂടിയിട്ട് നടത്തുന്ന ഒരു നാടക കമ്പനി. ആ നാടക കമ്പനിയിൽ രണ്ട് പ്രേമം, ചേട്ടനും അനിയനും പ്രേമം ഭയങ്കര ത്രില്ലിങ്ങാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1970 കാലഘട്ടത്തിൽ ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ വിജയിച്ചനെ. ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെയുള്ള ഒരു ലവ് സ്റ്റോറിയൊക്കെ എടുക്കുമോ? അതിൽ മുതുതന്ത അതാണ് പ്രേമിക്കാൻ നടക്കുന്നത്. ആ പ്രേമത്തിൻ്റെ കുറേ അംഗങ്ങളും കാര്യങ്ങളും, ഇങ്ങോട്ടോട്ടം കോളേജിൽ പോക്ക്, അവിടെ അടിക്കന്, അവിടെ നിന്ന് കാറും കൊണ്ട് ചാടി വരണം, അവൻ്റെ കുറേ ഊമ്പൻ ആങ്ങളമാർ വന്ന് അങ്ങോട്ട് തല്ലണം. എന്തൊക്കെയാ ഇവർക്കൊരു സ്ക്രിപ്റ്റ് പോലും ഇല്ല. എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടണമെന്ന് ഒരു പിടുത്തമില്ല. ഈ നമിത ബൈജു എന്ന് പറഞ്ഞൊരു നടി തമ്പുരാനെ കുറിച്ച് അഭിനയിക്കാൻ അറിയില്ല. ഈ മേക്കപ്പ് ഇട്ട് വന്ന് അതിൻ്റെ മുകളിലൂടെ കണ്ണീരും കാണിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങോട്ട് ഇത് പെട്ടെന്ന് ഔട്ടാവും. ഇതധികം കാലത്തൊന്നും ഇതിനില്ല. ഇപ്പോൾ കിട്ടിയത് കത്തന വരെയൊന്നും ഊരിനെ കഴിക്കോലിലാവുമെന്ന് മാത്രമേ ഉള്ളൂ. അഭിനയിക്കാൻ അറിയില്ല. ഒരു വകയില്ലാത്ത ഒരു പടം. അങ്ങനത്തെ ഒരു മുമ്പ് തന്നെ ഈ സിനിമയിൽ വ്യക്തമായിട്ടുള്ളൊരു കഥയില്ല. ആദ്യം തൊട്ട് അവസാനം വരെ നവീൻ പോളി അങ്ങനെ കിടന്ന് ഒരു മുണ്ട് കൊടുത്ത് ഇതിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഈ സർവമായൽ നടക്കുന്ന പോലെ ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട്. ഒരു ഫോട്ടോസ്റ്റാറ്റ് അഭിനയമാണ് നവീൻ പോളിയുടെ. ഒരു വെറൈറ്റി, എന്തെങ്കിലും ഒരു പുതുമ ആ കഥാപാത്രത്തിന് കൊണ്ടുവരാനില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല ഈ നവീൻ പോളിക്ക് അതിൽ. പിന്നെ ഈ അമൽ ഡേവിഡ് എന്ന് പറഞ്ഞ നടൻ ഇതുപോലെ വെറുപ്പിക്കുന്ന ഒരു വിത്ത്. നമ്മളെങ്ങനെ ആ തിയേറ്ററിൽ 2 മണിക്കൂർ ഇരുന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. അത്രയും ബോറടിച്ചിരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു 5-6 പാട്ടും, എപ്പോഴും പാട്ടങ്ങോട്ട് വരിക. ഓണത്തിന് ഇറങ്ങിയിട്ടുള്ള കൂതറ പടത്തിന് 1ാം സ്ഥാനം കൊടുക്കണം ഈ പടത്തിന്. നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു സിനിമ കണ്ട് ബോറടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പോകാം. ഒരു കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ ബോറടിച്ച് പോകുന്നതാണ് നമ്മൾ ഈ പടത്തിന്. അപ്പോൾ ഈ നവീൻ പോളി കുറച്ചും കൂടിയൊക്കെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള സിനിമകളിൽ അഭിനയിക്കാൻ നല്ലത്. അല്ലെങ്കിൽ ഇത് വാനിഷായി പോവും. അല്ലെങ്കിൽ തന്നെ മുഖത്തൊരു ചുക്കും ചുണ്ണാമ്പും വരുന്നില്ല. താടിയും വളർത്തി നിന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ അഭിനയമൊന്നും കാഴ്ചവെക്കണ്ടല്ലോ. വെറുതെ അങ്ങോട്ട് കിടന്ന് നടന്നാൽ മതിയല്ലോ. അതിലുള്ള ഒരു സിനിമ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സിനിമ കാണാൻ ഫാമിലിക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിരുന്ന് കാണാം. ചിരിക്കാനൊന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് ഈ കോമഡി ഷോ കണ്ട പോലെ എന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ആൾക്കാരിന്ന് ചിരിക്കുന്നത് കേട്ടിട്ട് നമുക്കിരിക്കാം. തലയിൽ എന്തെങ്കിലും താമസമുള്ള ആൾക്കാർ ഈ പടം കണ്ട് ചിരിക്കില്ല. ഇതാണോ കോമഡി? ഇതൊക്കെ എത്ര കൊല്ലം മുമ്പ് നമ്മുടെ ജയറാമും അതുപോലെ തന്നെ ദിലീപും ഒക്കെ ഉപേക്ഷിച്ച കോമഡിയാണ്. ആ കഥയാണ് ഇപ്പോൾ ഇന്ന് അരച്ച് കലക്കി കുലുക്കി വന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു അഴിഞ്ഞ പ്രേമം. എന്തിട്ടാണിത്? ഇങ്ങനെയാണ് പ്രേമിക്കുന്നത്? ഇതാണോ പ്രേമം? ഈ കാലഘട്ടത്തിൽ 2026 എന്നുള്ളത് ഇതിൻ്റെ കഥ എഴുതിയ ആളും മനസ്സിലാക്കുന്നില്ല, ഇതിൻ്റെ സംവിധാനം ചെയ്ത ആളും മനസ്സിലാക്കുന്നില്ല, ഇതിന് കാശ് മുടക്കിയ വ്യക്തി തീരും മനസ്സിലാക്കുന്നില്ല. അത്ര എനിക്കിന് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിരുന്ന സിനിമ കാണാം. ഞാൻ പറയില്ല നിങ്ങളോട് സിനിമ കാണാനായിട്ട്. ഇത്രയും ഈ സിനിമേനെ കുറിച്ച്, ബത്ലഹേമിനെ കുറിച്ചിട്ട് ഇത്രയും പറയാനുള്ളൂ. വേറൊരു ചുക്കും ചുണ്ണാമ്പും തേങ്ങയുമില്ല ഈ പടത്തിൽ.